തെലങ്കാനയിലെ നിസാമാബാദ് ഡിസ്ട്രിക്റ്റിലെ മക്ലൂരിലെ ബോർഗാം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെയായിരുന്നു പല്ലാത്തി രമേശ് എന്ന് പറയുന്ന 35 വയസ്സുള്ള ഒരാളും ആളുടെ ഭാര്യയായിട്ടുള്ള സൗമ്യയും താമസിച്ചിരുന്നത്. അവർക്ക് ടോട്ടൽ 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. ഈ രമേശിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളൊരു ഫൈനാൻസ് കമ്പനിയിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ആളൊരു ഇൻഷുറൻസ് ഏജന്റ് കൂടെ ആയിരുന്നു. സൗമ്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്കൂളിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. സ്കൂളിലൊരു നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിരുന്നു കേട്ടോ അവര്. അത്ര വലിയ റിച്ച് ആയിട്ടുള്ള ആളുകളൊന്നും അല്ലാന്നുണ്ടെങ്കിലും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെ ആയിരുന്നു അവരുടേത്. അതായത് സ്വന്തമായിട്ടൊരു വാർക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ 2 പേർക്കും ജോലിയുണ്ട്. 3 മക്കൾ സ്കൂളിലും കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു അവരുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ 19, 2025, അതായത് കഴിഞ്ഞ മാസം. എന്നത്തെയും പോലെ തന്നെ ഈ ഒരു രമേശ് ജോലിക്കൊക്കെ പോയി ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേനും തിരിച്ചെത്തി. ആളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു കേട്ടോ ആൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്നത്. അപ്പൊ അങ്ങോട്ട് പോയി തിരിച്ചെത്തി. അതിനുശേഷം കുട്ടികളുടെ കൂടെ ഇരുന്നു. അവർക്ക് വേണ്ടുന്ന ലെസൺസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. വൈകുന്നേരം ഒരു 8 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും ഭാര്യ ഡിന്നറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടമുള്ള ഫുഡായിരുന്നു ഭാര്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യൂഷ്വലി കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾ ഫുഡ് കഴിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം എന്തോ പെട്ടെന്ന് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുടെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പോൾ ആളൊരു മുറിയിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ഈ ഭാര്യയും 3 മക്കളും തൊട്ടടുത്തുള്ള ഒരു റൂമിലും ആയിരുന്നു കിടന്നുറങ്ങുന്നുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 6 മണി സമയമൊക്കെ ആയി. ആ ഒരു സമയത്താണ് സാധാരണഗതിയിൽ സൗമ്യ എഴുന്നേക്കാറ്. പതിവ് പോലെ തന്നെ അവർ എഴുന്നേറ്റു. കിച്ചണിലോട്ട് പോയി അവരുടെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതായത് തനിക്കുള്ള ഫുഡ്, മക്കൾക്കുള്ള ഫുഡ്, ഹസ്ബൻഡിനുള്ള ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യണമല്ലോ. അങ്ങനെ ആ ഒരു പണിയിൽ അവർ ബിസി ആയിരുന്നു. അതിനിടയിൽ അവർ കുട്ടികളെ എഴുന്നേൽപ്പിച്ചു. അവരോട് ഇതേപോലെ തന്നെ ബാത്റൂമിൽ പോകാനും സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞു. ആസ് യൂഷ്വൽ കുട്ടികളും അതേപോലെ തന്നെ ടോയ്ലറ്റിലൊക്കെ പോയി കുളിച്ച് റെഡിയായി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ സ്കൂളിൽ പോകാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ അതിനിടയിൽ അവർ നോക്കുമ്പോൾ ഹസ്ബൻഡ് എഴുന്നേൽക്കുന്നില്ല. സാധാരണഗതിയിൽ രമേശ് ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും എഴുന്നേൽക്കുന്നതാണ്. ലേറ്റ് ആയി കഴിഞ്ഞാൽ 7 മണി. എന്നാൽ അന്നത്തെ ദിവസം 7 മണിയായിട്ടും ആൾ എഴുന്നേറ്റിട്ടില്ല. എന്ത് പറ്റി ഹസ്ബൻഡിനെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഹസ്ബൻഡിൻ്റെ റൂം തുറന്നു നോക്കുകയാണ്. അപ്പോൾ ആൾ അവിടെ കിടന്ന് നല്ല രീതിയിൽ ഉറങ്ങായിരുന്നു. അപ്പം എന്തെങ്കിലും നല്ല ക്ഷീണുണ്ടാവും, അതുകൊണ്ടായിരിക്കും ആൾ കിടന്നുറങ്ങുന്നത്. എന്തായാലും ഓഫീസിൽ പോകാനുള്ള സമയമാകുമ്പോഴത്തേനും വിളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പിന്നെ ഒച്ചൊന്നും ഉണ്ടാക്കിയില്ല. നേരെ ആ ഒരു ഡോറ് ചാരി വെച്ച് കഴിഞ്ഞിട്ട് അവരുടെ പണികളിൽ മുഴുകി. അങ്ങനെ വീണ്ടും 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇതുവരെ രമേശ് എഴുന്നേറ്റില്ല. അപ്പോൾ ഹസ്ബൻഡിന് എന്താണ് പറ്റിയതെന്ന് ആലോചിച്ചുകൊണ്ട് അവർ നേരെ ഹസ്ബൻഡിൻ്റെ റൂമിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ഓഫീസിൽ പോകാനായിട്ട് നേരം വൈകി വേഗം എഴുന്നേക്കുന്ന ആളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആളുടെ അടുത്ത് നിന്ന് റെസ്പോൺസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ ആളെ തട്ടി വിളിക്കാനായിട്ട് നേരെ ആളുടെ ദേഹത്ത് കൈവെക്കുമ്പോഴാണ് ആ ദേഹം ആകപ്പാടെ തണുത്ത് മരവിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ കൈ വലിച്ചു. അവർക്കൊന്നും മനസ്സിലായില്ല. അതിനുശേഷം അവർ വീണ്ടും ഇയാളിങ്ങനെ കുലുക്കി എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ആളുടെ ബോഡിയിൽ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എന്താ പറയുക, മുഖമൊക്കെ ആകപ്പാടെ വിളറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രീത്ത് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൂടെ കണ്ടെങ്കിയിട്ട് എന്ത് ചെയ്യുമ്പോൾ ഏത് ചെയ്യുമെന്നറിയാതെ അവരാകെപ്പാടെ ഷോക്കായി പോയി. അവർ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഓടുകയായിരുന്നു. എന്നിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആ ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ഹസ്ബൻഡ് രാവിലെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയായിരുന്നു. അപ്പോൾ അവരും അവിടെ നിന്ന് നേരെ ഓടി ഇവരുടെ വീട്ടിലോട്ട് വരികയാണ്. അവർ വന്ന് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ മുഖക്കാകെ വിളറിയിരിക്കുന്നുണ്ട്. പിന്നെ ബ്രീത്തൊന്നുമില്ല, പൾസൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. എന്നാലും അവരുടെ പരിചയത്തിൽ ലോക്കലിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിക്കുകയാണ്. ഉടനെ തന്നെ ആ ഒരു ഡോക്ടറും സ്ഥലത്തെത്തി. അദ്ദേഹം പരിശോധിച്ചിട്ട് ഓൾറെഡി ആൾ മരിച്ചുപോയി എന്നുള്ളൊരു രീതിയിൽ ഒരു കാര്യം പറയുകയായിരുന്നു. ഈ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ സൗമ്യ തകർന്നു പോവായിരുന്നു. അവർക്ക് പിന്നെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല. അവരവിടെ വീണ് വാവിട്ട് കരയുകയായിരുന്നു. പിന്നെ രമേശിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഓൾറെഡി ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങിയ സമയത്ത് അറ്റാക്ക് വന്ന് മരിച്ചതായിരിക്കും എന്നുള്ളതായിരുന്നു ഫാമിലിയും അതേപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാവരും കരുതിയത്. ഈ ഒരു വിവരം നാട്ടിലെല്ലാവരും അറിയാണ്. ഉടനെ തന്നെ ആ ഒരു വീടിന്റെ മുന്നിൽ ആളുകൾ കൂടുകയാണ്. തൊട്ടടുത്തുള്ള വില്ലേജിലും മറ്റുമൊക്കെ ഉള്ള അവരുടെ റിലേറ്റീവ്സ് അതേപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അങ്ങോട്ട് എത്തുകയാണ്. അങ്ങനെ രമേശിന്റെ ശവസംസ്കാര ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടടുത്ത വീട്ടിലത്തെ സ്ത്രീയില്ലേ, അവർ നേരെ വന്നിങ്ങേറ്റ് രമേശിന്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. അവരുടെ ഹസ്ബൻഡ് ഇസ്രായേലിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ അത്തരത്തിലുള്ളൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തത്. എന്നിട്ട് വാട്സപ്പ് വഴി ആൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരൊറ്റ ഫോട്ടോ ഈ ഒരു കേസിന്റെ ഗതി മാറ്റുമെന്നുള്ളത് സൗമ്യയോ ആ ഒരു ഫോട്ടോ എടുത്ത സ്ത്രീയോ ഇത് റിസീവ് ചെയ്ത ഈ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡോ കരുതിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ യഥാർത്ഥത്തിൽ രമേശിന് എന്താണ് സംഭവിച്ചത്? ആള് ഹാർട്ട് അറ്റാക്ക് വന്ന് തന്നെയാണോ മരണപ്പെട്ടത്? അല്ല എന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ ആ മരണത്തിന് പിന്നിൽ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതൊക്കെ തന്നെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. സോ അപ്പുറത്തെ വീട്ടിലത്തെ സ്ത്രീ ഇതേപോലെ തന്നെ രമേശിന്റെ ഫ്യൂണറലിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് തന്റെ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പാരലായിട്ട് ഇയാളുടെ ശവസംസ്കാര ചടങ്ങിന് വേണ്ടുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രാമത്തിന്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു നദിയുടെ കരയിലായിരുന്നു ആളുടെ ബോഡിയും കാര്യങ്ങളൊക്കെ മറവ് ചെയ്യുന്നുണ്ടായിരുന്നത് ചടങ്ങുകളൊക്കെ നടത്തിയതിന് ശേഷം. അങ്ങനെ ആളുടെ ശവസംസ്കാര ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ കഴിയുകയാണ്. പിന്നെ ഈ ഒരു ഏരിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി റൂറൽ ആയിട്ടുള്ള ഏരിയ ആണ്. അതേപോലെ തന്നെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മരണമായിരുന്നില്ല രമേശിൻ്റെത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൾക്ക് ഓൾറെഡി ഹാർട്ട് ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്നതായിരിക്കും എന്നുള്ളൊരു തരത്തിലായിരുന്നു ആളുടെ റിലേറ്റീവ്സും അതേപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാവരും തന്നെ കരുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാനോ ഒന്നും തന്നെ ഇവർ പോയില്ല. അതായത് സസ്പീഷ്യസ് ആയിട്ടുള്ള ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ അവർ പറയുള്ളൂല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ നാട്ടിലത്തെ കൗൺസിലർ ആരാണ് ആളുടെ അടുത്ത് പറയുക, അതായത് പഞ്ചായത്ത് മെമ്പർ അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്രാമമുഖ്യൻ ഉണ്ടാവുമല്ലോ, ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീടുള്ള സമയങ്ങളിൽ ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കും. അങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു മരണത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും വേറെ സംശയങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ആ ഒരു രീതിയിലൂടെ തന്നെയായിരുന്നു പോയത്. സാധാരണഗതിയിൽ ആ ഒരു കേസ് അവിടെ കഴിയേണ്ടതാണ്. എന്നാൽ ഈ അയൽവക്കത്തുള്ള സ്ത്രീ തൻ്റെ ഹസ്ബൻഡിന് ആ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആള് ആ ഒരു ഫോട്ടോ നല്ല രീതിയിൽ നോക്കുകയാണ്. ആള് നന്നായിട്ട് സൂമൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഈ രമേശിൻ്റെ കഴുത്തിൽ എന്തോ റെഡ് കളർ പാടുള്ളതായിട്ട് ആളുടെ ശ്രദ്ധയിൽ വിടാണ്. പോരാത്തതിന് ആൾ കഴിഞ്ഞ തവണ വന്നപ്പോഴൊക്കെ രമേശ് നല്ല ഹെൽത്തി ആയിരുന്നു. എന്തായാലും ഇതേപോലെ പെട്ടെന്നുകൊണ്ട് ഒരു അറ്റാക്ക് ഒന്നും വന്നു കഴിഞ്ഞിട്ട് മരിച്ചു പോകാനുള്ള യാതൊരു സാധ്യതയില്ല. ഇതൊക്കെ കൂടെ ആയപ്പോൾ ആൾക്ക് വീണ്ടും വീണ്ടും സംശയം തോന്നാണ്. ആളുടെ വൈഫായിട്ടുള്ള അനിത, അതായത് നൈബറായിട്ടുള്ള ആ സ്ത്രീ, ഫോട്ടോ എടുത്ത സ്ത്രീ, അവരെ വിളിച്ചു കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറയാണ്. എനിക്കെന്തോ ഒരു സംശയമുണ്ട്, നീ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം പറയുകയായിരുന്നു. തൻ്റെ ഹസ്ബൻഡിൻ്റെ വാക്കായിട്ട് ഉടനെ തന്നെ അവർ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. ഇതേപോലെ തന്നെ രമേശിൻ്റെ മരണത്തിൽ തനിക്കെന്തോ സംശയം ഉണ്ടെന്നുള്ള രീതിയിൽ അവരൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. പോരാത്തതിന് വിദേശത്ത് നിന്ന് അദ്ദേഹവും ഇതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് ആൾക്കും സംശയമുണ്ടെന്നുള്ള രീതിയിൽ ഫോൺ ത്രൂ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാർ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിലെന്തോ കഴമ്പുള്ളതായിട്ട് മനസ്സിലാക്കുകയാണ്. ഉടനെ തന്നെ അവർ അതോറിറ്റീസിനൊക്കെ കോൺടാക്ട് ചെയ്യാണ്. എന്നിട്ട് ആ ഒരു ശവം രണ്ടാമത് ഇതേപോലെ തന്നെ കുഴിച്ചെടുക്കാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ തഹസിൽദാർ, VAO, പിന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇവരുടെ ഒക്കെ പെർമിഷനും കാര്യങ്ങളൊക്കെ വാങ്ങി അതിനുശേഷം ആ ഒരു ബോഡി കുഴിച്ചെടുക്കുകയാണ്. അപ്പോഴത്തേനും ഈ ഒരു ബോഡി മറവ് ചെയ്തിട്ട് ഏകദേശം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. അങ്ങനെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. ഇവരെല്ലാവരും സംശയിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പല്ലാത്തി രമേശ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടായിരുന്നില്ല മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് ഒരു കൊലപാതകമായിരുന്നു. യെസ്, ഒരു നാച്ചുറൽ ഡെത്ത് എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിരുന്ന ആ ഒരു കേസ് പെട്ടെന്ന് തന്നെ ഒരു കൊലപാതകമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആളെ ശ്വാസം മുട്ടിച്ചിട്ടായിരുന്നു കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ വായും മൂക്കും പൊത്തിപ്പിടിച്ചിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ കഴുത്ത് ഞെരിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കഴുത്തിൽ എന്തെങ്കിലും ഒരു കയറോ തുണിയോ പോലുള്ള എന്തോ സംഭവം വെച്ച് കഴുത്ത് ഞെരിച്ചിട്ട് കൂടിയാണ് ആളെ കൊലപ്പെടുത്തിയതെന്നുള്ളൊരു രീതിയിലായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മരണം നടന്നത് വെളുപ്പിന് 1 മണിക്കും 3 മണിക്കും ഇടയിലാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു എന്താ പറയുക നാച്ചുറൽ ഡെത്ത് എന്നുള്ള രീതിയിലുള്ള ഒരു കേസ് പെട്ടെന്ന് തന്നെ ഒരു മർഡർ കേസായിട്ട് മാറുകയാണ്. പോലീസുകാർ കാര്യക്ഷമമായിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കാനും തുടങ്ങി. അപ്പോൾ ഇവരുടെ വീട്ടിൽ തന്നെ ഒരു CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാമറയിൽ എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ഇതിൽ പോലീസുകാർ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോഴാണ് പോലീസിന് മറ്റൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ആ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഓഫായിരുന്നു. യെസ്, പർപ്പസ്ഫുള്ളി ആ ഒരു വീട്ടുകാർ തന്നെ ആ ഒരു ക്യാമറ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. അപ്പോൾ സസ്പീഷ്യസ് ആയിട്ട് ആരെങ്കിലും ഈ ഒരു രമേശിനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള രീതിയിലായി പോലീസിൻ്റെ അടുത്ത അന്വേഷണം. അതായത് ആളുടെ ഫോണിലോട്ടോ ആളുടെ ഫോണിൽ നിന്ന് പുറത്തോട്ടോ ഏതെങ്കിലും കോളുകൾ ആ ഒരു സമയത്ത് പോയിട്ടുണ്ടോ എന്നുള്ളത് പോലീസുകാർ ചെക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ നൈബേഴ്സിൻ്റെ ആരെങ്കിലും ഫോൺ ആ ഒരു സമയങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. ആ വീട്ടിലത്തെ ഒരു ഫോൺ 11 മണി തുടങ്ങിയിട്ട് 1 മണി വരെ ഒരു നമ്പറിലോട്ട് ഇടക്കിടക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുടെയും ഫോൺ ആയിരുന്നില്ല, ഈ രമേശിൻ്റെ ഭാര്യയായിട്ടുള്ള സൗമ്യയുടെ ഫോണായിരുന്നു ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്.
യെസ്, ആ സമയങ്ങളിലൊക്കെ സൗമ്യ ഒരു നമ്പറിലോട്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അത് ആരുടെ നമ്പറാണെന്ന് നോക്കിയപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ നമ്പർ ആയിരുന്നു. ഈ പയ്യൻ ആരാണെന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. ഇവർ വർക്ക് ചെയ്യുന്ന സ്കൂളിലത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു ദിലീപ്. അതേപോലെ തന്നെ ദിലീപിനും സൗമ്യക്കും ഇടയിൽ ഏകദേശം 10 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് സൗമ്യേക്കാൾ 10 വയസ്സ് താഴെയാണ് ദിലീപ്. അതുപോലെ തന്നെ CCTVയും കാര്യങ്ങളൊക്കെ എന്തിനാണ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളത് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ സൗമ്യയും അതേപോലെ തന്നെ രമേശിന്റെ അച്ഛനും പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കറണ്ട് ആശയൊക്കെ കൂടുണ്ട്, അതുകൊണ്ട് അത് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഫ് ചെയ്തിട്ട് എന്നുള്ളതായിരുന്നു. യെസ്, രമേശിന്റെ അച്ഛൻ തൊട്ടപ്പുറമുള്ള വീട്ടിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. ആളും കൂടെ അറിഞ്ഞിട്ടായിരുന്നു ആ ഒരു CCTV കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായത്. എന്തൊക്കെയാണെങ്കിലും ദിലീപിനും സൗമ്യക്കും എതിരെയുള്ള എവിഡൻസ് പോലീസിന് ലഭിച്ചത് കൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് നടന്ന പല കാര്യങ്ങളും പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം ഒരു 10-13 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2012 ഈ ഒരു സൗമ്യയും അതേപോലെ തന്നെ രമേശും കല്യാണം കഴിക്കുന്നത്. ഇവർ രണ്ടുപേരും പ്രണയിച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം കഴിച്ചത്. അതിനുശേഷമുള്ളവരുടെ ലൈഫൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ആ ഒരു വിവാഹ ബന്ധത്തിൽ അവർക്ക് 3 കുട്ടികളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വീട്ടിൽ അവർ നല്ല ഹാപ്പി ആയിട്ട് താമസിക്കുകയായിരുന്നു. ആ ഒരു വീടും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു വാർക്ക വീട് കൂടെ ഉണ്ടായിരുന്നു. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയുള്ളൊരു വീടാണ്. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ വീട് ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രമേശിന്റെ അനിയൻ്റെതാണ്. പല്ലാത്തി കേദാരി എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളുടെ വൈഫാണ് ഈ അനിത. ആ അനിതയുടെ അടുത്തോട്ടാണ് രമേശ് മരിച്ചതിന്റെ ശേഷം ആദ്യം തന്നെ ഈ ഒരു സൗമ്യ ഓടിപ്പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരാണ് ഇതേപോലെ തന്നെ ഫോട്ടോ എടുത്തുകഴിഞ്ഞിട്ട് ഈ കേദാരിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. യെസ്, രമേശിന്റെ അനിയനായിട്ടുള്ള കേദാരി ആ ഒരു ഫോട്ടോ നോക്കിയപ്പോഴാണ് ആൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നതും അതേപോലെ തന്നെ ഇതേപോലെ പോലീസിലോട്ട് പോകുന്നതും പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രമേശും ആളുടെ ബ്രദറും ഒരേപോലെ പൈസ എടുത്തിട്ടാണ് 2 വീടുകളും പണിതിട്ടുണ്ടായിരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും അമ്മ കുറച്ച് നാളുകൾക്ക് മുൻപ് മരിച്ചു പോയതായിരുന്നു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ കുറച്ച് ദിവസം ഇതേപോലെ തന്നെ ചേട്ടന്റെ വീട്ടിൽ നിൽക്കും, കുറച്ച് ദിവസം ആൾ അനിയന്റെ വീട്ടിൽ നിൽക്കും. ആളുടെ ഒരു സൗകര്യം പോലെ 2 വീട്ടിലും അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളും 2 മക്കളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ഫാമിലിയും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് സൗമ്യക്ക് ഒരു ജോലി ലഭിക്കുന്നത്. ഒരു സ്കൂളിലായിരുന്നു അവർക്ക് ജോലി ലഭിച്ചത്. നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിട്ടായിരുന്നു ജോലി ലഭിച്ചത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ജോലിക്ക് അവർ പോയി തുടങ്ങുകയാണ്. ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുവിധം സ്കൂളിലൊക്കെ പോകാറായി. കുറേ നാൾ വീട്ടിലിരിക്കുകയായിരുന്നു. ഒരു ജോലി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരും ഹാപ്പിയായി. സാധാരണ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ലഞ്ചൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകുമല്ലോ. ഇതേപോലെ തന്നെ സൗമ്യയും ലഞ്ച് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാറുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നതും. അപ്പോൾ സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ ഫുഡുകൾ ഷെയർ ചെയ്യുന്നതൊക്കെ പതിവായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ അവിടെ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ദിലീപുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ദിലീപിനായിട്ടും ഇതേപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാണ്. അപ്പോൾ കൂടുതലായിട്ട് ദിലീപ് ഇവരുടെ ഫുഡിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. നിങ്ങളുടെ ഫുഡ് അടിപൊളിയാണ്, നിങ്ങൾ കൊണ്ടുവരുന്ന ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങൾ കൊണ്ടുവരുന്ന കറികളൊക്കെ അത്രയും ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെ ഭയങ്കരമായിട്ട് പുകഴ്ത്താനായിട്ട് തുടങ്ങി. ഈ ഒരു പ്രൈസ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. പിന്നീട് ദിലീപിന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് കറികളും മറ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരാനും തുടങ്ങി. അങ്ങനെ ഫുഡ് ഷെയറിങ്ങിൽ നിന്ന് തുടങ്ങിയ ഒരു ബന്ധം പിന്നീട് ഒരു സൗഹൃദമായിട്ട് മാറുകയായിരുന്നു. അതിനുശേഷം അതൊരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ആയിട്ട് മാറുകയായിരുന്നു. എന്നാലും ആരും അറിയാതെയായിരുന്നു അവർ വളരെ സീക്രട്ട് ആയിട്ട് ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നിരുന്നത്. സ്കൂളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വീട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നാട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആർക്കും ഒരു സംശയത്തിനും ഒരു പഴുതും കൊടുക്കാതെ ആ ഒരു ബന്ധം അവർ വളരെ സ്മൂത്തായിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായത്. എന്നാൽ അതിനിടയിൽ 2024 ഒരു ദിവസം ഇതെല്ലാം തന്നെ തകിടം മാറിയാണ്. അന്നത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രമേശിന് ജോലി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് മാത്രം ഒരു ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇവർ ഇതേപോലെ തന്നെ ദിലീപിനായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ദിലീപിനെ അവർ തൻ്റെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു. ഉടനെ തന്നെ ദിലീപ് ആ ഒരു വീട്ടിലോട്ടെത്തി. അവരുടെ ഇൻറ്റിമേറ്റ് ടൈമും കാര്യങ്ങളൊക്കെ ആ ഒരു വീടിൻ്റെ അകത്ത് വെച്ച് ഇങ്ങേറ്റ് സ്പെൻഡ് ചെയ്യാണ്. എന്നാൽ ഇതിനിടയിൽ രമേശ് ജോലി കഴിഞ്ഞിങ്ങേറ്റ് അന്ന് നേരത്തെ വീട്ടിലോട്ട് എത്തുകയാണ്. ആ ഒരു സമയത്ത് രമേശ് എത്തുമെന്നുള്ളത് സൗമ്യയും അതേപോലെ തന്നെ ദിലീപും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആളെത്തി ഡോർ നോക്ക് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നത്. ഡോറ് തുറന്ന് ഇവരുടെ 2 പേരുടെയും ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരുന്നിരുന്ന കാര്യം എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. ആള് ഭാര്യയുടെ അടുത്ത് ഫയർ ചെയ്യാണ്.
നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആകെ പ്രശ്നമായി. അതേപോലെ തന്നെ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇപ്പം ചെറിയ പയ്യനല്ലേ, നിന്നെക്കാട്ടിൽ എത്ര വയസ്സ് കൂടുതലാണ് ഈ ഒരു സ്ത്രീക്ക്, നീ എന്തിനാണ് നിൻ്റെ ജീവിതം സ്പോയിൽ ചെയ്യണത്, അതേപോലെ തന്നെ നിൻ്റെ ഫാമിലി ലൈഫും സ്പോയിൽ ചെയ്യണത്. പിന്നെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് 3 മക്കളൊക്കെ ഉണ്ട്, അവരുടെ കാര്യമെങ്കിലും ആലോചിച്ചിട്ട് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ രണ്ടുപേരെ 2 വഴിക്ക് വിടുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ആൾ വേറൊരാളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതോടുകൂടിയിട്ട് തൻ്റെ ഭാര്യ തിരുത്തും എന്നുള്ള ഒരു കാര്യമായിരുന്നു ആള് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെയും ഇവർ 2 പേരും തമ്മിലുള്ള ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു ഈ ഒരു ദിലീപും സൗമ്യയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഈ ദിലീപ് സൗമ്യയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നീ നിന്റെ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വരാനായിരുന്നു, നമുക്ക് 2 പേർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു ആള് പറഞ്ഞത്. എന്നാൽ സൗമ്യ പറഞ്ഞു, അതൊന്നും നടക്കില്ല, എനിക്ക് എൻ്റെ മക്കളെ വിട്ടിട്ടൊന്നും വരാനായിട്ട് പറ്റില്ല, പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാന്നുള്ളൊരു രീതിയിൽ അവരും പറയുകയാണ്. അങ്ങനെ അവരാലോചിക്കുകയാണ് എങ്ങനെ എന്താ പറയുക ഈ ഒരു രമേശിനെ ഒഴിവാക്കിയിട്ട് ആളുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ ആലോചിച്ച് അവരുടെ മൈൻഡിൽ വന്ന ഒരു പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ രമേശിനെ ഇല്ലാതാക്കാം എന്നുള്ളതായിരുന്നു. യെസ്, രമേശിനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മക്കളുടെ കൂടെ ഹാപ്പി ആയിട്ട് ദിലീപിൻ്റെ ഒപ്പം ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു പ്ലാനിലോട്ടാണ് ഈ ഒരു സൗമ്യ എത്തിയത്. ഇവരുടെ ആദ്യത്തെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കാന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആൾ ഒരു കാറ് റെൻറ്റിന് എടുക്കുകയാണ്. രമേശ് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഓഗസ്റ്റ് മാസം 2025 അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ രമേശ് രക്ഷപ്പെടുകയായിരുന്നു. അതായത് രമേശ് വൈകുന്നേരം വരുന്ന വഴിയിൽ ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ടൈമിൽ ഇവർ ഹൈ സ്പീഡിൽ ഒരു കാറും കൊണ്ടുവന്ന് അയാളെ ഇടിച്ചിടായിരുന്നു. ഇടി കൊണ്ടിട്ട് നേരെ അപ്പുറത്തോട്ട് വീണു. ആൾ ഒച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാർ അവിടെ നിർത്താതെ നേരെ സ്പീഡിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. കുറച്ച് താഴത്തോട്ട് ആൾ വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഒച്ച കേട്ടിട്ട് കുറച്ചപ്പുറത്തുള്ള ആളുകളൊക്കെ ഓടി വരികയാണ്. ഈ ഒരു വണ്ടി അടിക്കുമ്പോഴുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുമല്ലോ, ആ ഒരു സൗണ്ട് കേട്ടിട്ട്. എന്നിട്ട് ഇയാൾ അവർ നേരെ തന്നെ എടുത്ത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകായിരുന്നു. കുറച്ച് പരിക്കുകളൊക്കെ പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിലും ജീവനൊന്നും ആൾക്ക് അപായമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിനെക്കുറിച്ച് കഴിഞ്ഞിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളും ആളുടെ വൈഫായിട്ടുള്ള ഈ ഒരു സൗമ്യം കൂടെ പോയിട്ടായിരുന്നു ഇങ്ങനെയുള്ളൊരു ആക്സിഡൻറ്റ് നടന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കേസ് കൊടുത്തിട്ടുണ്ടായത്. പോലീസുകാർ നോക്കിയപ്പോൾ ഏതെങ്കിലും കള്ളുടിച്ചിട്ട് ആരെങ്കിലും വണ്ടി ഓടിച്ചു പോയപ്പോൾ ഇതേപോലെ തന്നെ എന്താ പറയുക, കൺട്രോൾ കിട്ടാതെ ആളെ തട്ടിയിട്ടിട്ടുണ്ടാവും. മദ്യപിച്ച് വണ്ടി ഓടിച്ചത് കൊണ്ട് തന്നെ അവർ നിർത്താതെ പോയിട്ടുണ്ടാവും എന്നുള്ളൊരു രീതിയിലായിരുന്നു അവർ തിങ്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് പിന്നീട് അത്ര വലിയ രീതിയിൽ അവർ നോക്കിയൊന്നുമില്ല. പിന്നെ രമേശ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊന്നും തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു കേസ് അങ്ങനെ പോവാണ്. പിന്നെ ഈ ഒരു സൗമ്യനാണെന്നുണ്ടെങ്കിൽ രമേശിന് അത്രത്തോളം വിശ്വാസമായിരുന്നു. കാര്യം അങ്ങനെയുള്ളൊരു ഇൻസിഡൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും പിന്നീട് തൻ്റെ ഭാര്യ നന്നായെന്നുള്ളൊരു തോട്ടിലായിരുന്നു ആളുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പ്ലാനും കൂടെ പാളിയപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്നുള്ളതായി ദിലീപിൻ്റെയും സൗമ്യയുടെയും സംസാരം. അങ്ങനെ ഏകദേശം ഒരു 3.5 മാസം പ്ലാൻ ചെയ്തിട്ടാണ് അവർ അടുത്തൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദിലീപ് തൻ്റെ കസിനായിട്ടുള്ള അഭിഷേകിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അഭിഷേക് പറഞ്ഞു, എനിക്ക് കുറച്ച് ക്രിമിനൽസിനൊക്കെ അറിയാം, അവരെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം, അപ്പോൾ അവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി അവർ കൂളായിട്ട് നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ദിലീപ് അവരെ പോയിട്ട് കാണുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പൈസ വേണമല്ലോ. ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഈ ഒരു സൗമ്യ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓൾറെഡി അവരുടെ ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുത്ത, അതായത് ഈ ഒരു രമേശ് വാങ്ങിച്ചു കൊടുത്ത ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കുകയാണ്. എന്നിട്ട് ആ കാശ് എടുത്ത് കഴിഞ്ഞിട്ട് ദിലീപിന് കൊടുത്തു. എന്തിന്? രമേശിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്, ഇതേപോലെയുള്ള കോൺട്രാക്ട് കില്ലേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. ഡിസംബർ 19 അന്നത്തെ ദിവസം രമേശിന് ഇഷ്ടമുള്ള ഫുഡായിരുന്നു അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഫുഡിൽ ഏകദേശം 15ഓളം ഉറക്ക ഗുളിക അവർ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫുഡ് നല്ല രീതിയിൽ കഴിച്ചതിന് ശേഷം ആൾക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വരികയാണ്. നേരെ തന്നെ ആള് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മക്കളെയും ഇതേപോലെ തന്നെ സൗമ്യ കിടത്തി ഉറക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ദിലീപിനെ വിളിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ദിലീപിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷമാണ് ഇതേപോലെ തന്നെ കോൾ എടുക്കുന്നതും. അതിനുശേഷം ഏകദേശം ഒരു 1 മണി സമയമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ദിലീപും കൂട്ടാളികളും നേരെ അങ്ങോട്ട് എത്തുന്നതും. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇതേപോലെ തന്നെ എന്താ പറയുക
ഈ ഒരു രമേശിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് കറണ്ട് ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ CCTV ഓഫ് ചെയ്തിടുന്ന കഥയൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസുകാർ എന്തായാലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കുമല്ലോ CCTV എന്താണ് ഇതേപോലെ തന്നെ വർക്ക് ചെയ്യാത്തതെന്നുള്ളത്. അപ്പോൾ അത് നേരത്തെ തന്നെ ഓഫാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഓഫാക്കിയതല്ല, മുന്നേ ഇങ്ങനത്തെ ഒരു റീസൺ കൊണ്ട് ഓഫാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എസ്കേപ്പ് ആവാലോ എന്നുള്ളൊരു തോട്ട് കൂടെ ഉണ്ടായതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഒരു ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവർ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറുകയായിരുന്നു. എന്നിട്ട് ഈ ഉറങ്ങിക്കിടക്കുന്ന രമേശിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ആ സമയത്ത് താൻ മരിക്കുകയാണെന്നോ, എന്തിനാണ് താൻ മരിക്കുന്നതെന്നോ, ആരാണിത് ചെയ്യുന്നതെന്നോ, എന്തിനാണിത് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ ആൾക്ക് മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടുണ്ടാകില്ല. എന്തൊരവസ്ഥയാണല്ലേ. അതിനുശേഷം എന്താ സംഭവിച്ചതെന്നറിയോ? തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വീടിൻ്റെ പുറത്തോട്ട് പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ഈ ഒരു സൗമ്യയും ദിലീപും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അവരുടെ ടൈം ആ ഒരു സമയത്ത് തന്നെ സ്പെൻഡ് ചെയ്തു എന്നൊക്കെയാണ് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നിട്ടുണ്ടായത്. അപ്പോൾ അതിനുശേഷം ആളും ഇതേപോലെ തന്നെ ആ ഒരു വീട്ടിൽ നിന്ന് പോവുകയാണ്. പിന്നീട് ഒന്നും അറിയാത്തതുപോലുള്ള ഡ്രാമയും കാര്യങ്ങളും പിറ്റേ ദിവസം ഈ ഒരു സൗമ്യ നടപ്പിലാക്കുകയും ചെയ്തു. യെസ്, അങ്ങനെയാണ് അപ്പുറത്തെ വീട്ടിലുള്ള അനിതയുടെ അടുത്തോട്ട് പോകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും അനിത ഇതേപോലെ തന്നെ വേറൊരു ഡോക്ടറെ വിളിക്കുന്നതും ഇയാൾ മരിച്ചു എന്നുള്ള കാര്യം കൺഫേം ചെയ്യുന്നതും. എന്നാൽ അതിനുശേഷം അനിത ഇതേപോലെ തന്നെ ഒരു ഫോട്ടോ എടുത്ത് തൻ്റെ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തപ്പോഴാണ് ഈ രമേശിൻ്റെ സഹോദരൻ ആ ഒരു ഫോട്ടോ നല്ല രീതിയിൽ നോക്കുന്നതും അതേപോലെ തന്നെ ആളുടെ കഴുത്തിൽ എന്തോ പാട് കാണുന്നതും പിന്നീട് ഇതേപോലെ തന്നെ ഈ വിവരങ്ങൾ പോലീസിൽ അറിയിക്കുന്നതും അതിനുശേഷം ഈ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്നതും പിന്നീട് ഇവരെ പിടികൂടുന്നതും. സൗമ്യയെ പിടികൂടിയത് അറിഞ്ഞ നാട്ടുകാർക്കോ അതേപോലെ തന്നെ റിലേറ്റീവ്സിനോ ഒന്നും തന്നെ വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. അതായത് പുറമേ നോക്കുമ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉള്ളതായിട്ട് ആർക്കും അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ ഇവർ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അതേപോലെ ഇവരിങ്ങനെ ചെയ്യുമെന്നുള്ളത് നാട്ടുകാരോ റിലേറ്റീവ്സോ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ഈ ഒരു രമേശിന്റെയും കേദാരിയുടെയും അച്ഛനുണ്ടല്ലോ, ആള് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ബ്രദേഴ്സ് തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു രമേശിനെ ഈ കേദാരി കൊലപ്പെടുത്തിയതാണ്. എന്നിട്ട് അതിൻ്റെ പഴിയാണ് ഈ സൗമ്യയുടെ തലയുടെ മുകളിൽ കെട്ടിവെച്ചത്. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആള് പറഞ്ഞത്. അതായത് ആൾക്ക് ആളുടെ മരുമകളെ അത്രത്തോളം വിശ്വാസമായിരുന്നു. ആളുടെ മരുമകള് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നുള്ളത് ആൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പോലീസുകാർ നോക്കുമ്പോൾ തെളിവുകളും മറ്റൊക്കെ ഇവർക്കെതിരാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന സിറ്റുവേഷനൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായത്. പിന്നെ പോലീസുകാർ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് വേറൊരു കാര്യം കൂടെ പോലീസിന് മനസ്സിലാകുന്നത്. അതായത് ഈ രമേശ് ജസ്റ്റ് ഒരു ഇൻഷുറൻസ് ഏജന്റ് മാത്രമായിരുന്നില്ല, ആള് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2.25 കോടി രൂപ കിട്ടും ആൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ നോമിനി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുടെ ഭാര്യയായിട്ടുള്ള ഈ ഒരു സൗമ്യ തന്നെയായിരുന്നു. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ ഇതേപോലെ തന്നെ മരിച്ചു പോകാന്നുണ്ടെങ്കിൽ ആ പൈസ ഇവർക്ക് കിട്ടുമല്ലോ. ആ പൈസ കൊണ്ട് ഹാപ്പി ആയിട്ട് ദിലീപിനെയും മക്കളായിട്ട് ജീവിക്കാന്നുള്ളതായിരുന്നു സൗമ്യയുടെ പ്ലാൻ. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ വിചാരിച്ചതുപോലെ ഒന്നും തന്നെ കാര്യങ്ങൾ നടന്നില്ല. ഈ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.